യുദ്ധകലുഷിതമായ ഗാസയിൽ ക്രൈസ്തവ സഭകളുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സഭകളുടെ അവസ്ഥ? നമുക്കൊന്ന് പരിശോധിക്കാം. ഗാസയിൽ വളരെ ചെറിയൊരു ക്രിസ്ത്യൻ സമൂഹമാണുള്ളത്. അതും ഏകദേശം 1000-ൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. ഗാസയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ വിഭാഗമായ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ചർച്ച് ഓഫ് സെൻറ്റ് പോർഫീറിയസ് ചർച്ചാണ് അവിടെ ഉള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളതും. പിന്നീട് റോമൻ കത്തോലിക്ക സഭയുടെ ഹോളി ഫാമിലി പള്ളി. അടുത്തത് ഗാസ ബാപ്റ്റിസ്റ്റ് ചർച്ച്. ഇതാണ് ഗാസയിലെ ഒരേ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആരാധനാലയം. ചില ചെറിയ ഇവാഞ്ചലിക്കൽ സ്വകാര്യ കൂട്ടായ്മകളുണ്ടെങ്കിലും സംഘടിതമായ പെന്തക്കോസ്ത് സഭകളോ പള്ളികളോ ഗാസയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നില്ല. ഗാസയിൽ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത് സഭകൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഗാസയിലെ നിലവിലുള്ള പ്രധാന സഭകളും ആരാധനാലയങ്ങളും ഇവയൊക്കെയാണ്. ഗാസയിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഈ 3 പള്ളികളും ബോംബിങ്ങിൽ തകർന്നുപോയി. പാലസ്തീനിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിൽ പെന്തക്കോസ്ത് സഭകളും മറ്റ് ഇവാഞ്ചലിക്കൽ കൂട്ടായ്മകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഗാസയിൽ നിന്നും വ്യത്യസ്തമായി വെസ്റ്റ് ബാങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് ഇവാഞ്ചലിക്കൽ സഭകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. ബേദലഹേം, രാമല്ല, ജെറുസലേം എന്നീ നഗരങ്ങളിലാണ് പ്രധാന പെന്തക്കോസ്ത് ഇവാഞ്ചലിക്കൽ സഭകളും കൂട്ടായ്മകളും പ്രവർത്തിക്കുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, മറ്റ് സ്വതന്ത്ര പെന്തക്കോസ്ത് ഫെലോഷിപ്പുകൾ എന്നിവ വെസ്റ്റ് ബാങ്ക് മേഖലകളിൽ സജീവമാണ്. ബേദലഹേം ബൈബിൾ കോളേജ് പാലസ്തീനിലെ ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്ത് വിശ്വാസികളുടെ ഒരു പ്രധാന വേദപഠന കേന്ദ്രം കൂടിയാണ്. ബേദലഹേമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലസ്തീനിലെ മൊത്തം ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും ഗ്രീക്ക് ഓർത്തഡോക്സ്, കത്തോലിക്ക വിഭാഗങ്ങളാണെങ്കിലും പെന്തക്കോസ്ത് ഇവാഞ്ചലിക്കൽ വിശ്വാസികളുടെ ഒരു ചെറിയ സമൂഹം അവിടെ സജീവമായി ആരാധന നടത്തി വരുന്നു. ഗാസയിൽ പെന്തക്കോസ്ത് സഭകൾ സജീവമായി പ്രവർത്തിക്കാത്തതിന് പ്രധാനമായും രാഷ്ട്രീയ സാമൂഹിക കാരണങ്ങളാണുള്ളത്. ഗാസയിലാകെ 1000-ൽ താഴെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. അവരിൽ ഭൂരിഭാഗവും പരമ്പരാഗത ഗ്രീക്ക് ഓർത്തഡോക്സ്, കത്തോലിക്ക സഭകളിൽപ്പെട്ടവരാണ്. ഇത്രയും ചെറിയ ഒരു സമൂഹത്തിൽ പുതിയൊരു സഭാവിഭാഗത്തിന് സജീവമായി പ്രവർത്തിക്കാൻ ആവശ്യമായ അംഗബലമില്ല എന്നതാണ് സത്യം. ഹമാസിൻ്റെ ഭരണവും മതപരമായ നിയന്ത്രണങ്ങളും മൂലം അരാജകത്വം നിലനിൽക്കുകയായിരുന്നു അവിടെ. 2007 മുതൽ ഗാസയിലെ ഭരണം ഹമാസിൻ്റെ കൈകളിലാണ്. സുവിശേഷ പ്രവർത്തനങ്ങളെയോ പുതിയ ആരാധനാലയങ്ങൾ ആരംഭിക്കുന്നതിനെയോ അവർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നൂറ്റാണ്ടുകളായി അവിടെയുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ്, റോമൻ കത്തോലിക്ക സഭകൾക്ക് മാത്രമേ പ്രാദേശിക ഭരണകൂടങ്ങളിൽ നിന്നും ഔദ്യോഗിക അംഗീകാരമുള്ളൂ. അവിടെ നിലവിലുള്ള ഒരേ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആരാധനാലയം ഗാസ ബാപ്റ്റിസ്റ്റ് ചർച്ച് ആണ്. പെന്തക്കോസ്ത് വിശ്വാസികളിൽ ചിലർ വ്യക്തിപരമായ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ചെറിയ സ്വകാര്യ കൂട്ടായ്മകളിൽ പങ്കെടുക്കാറുണ്ട് എന്നതൊഴിച്ചാൽ പെന്തക്കോസ്ത് പ്രവർത്തനം ഇവിടെയില്ല. ഗാസയിലെ നിരന്തരമായ രാഷ്ട്രീയ സംഘർഷങ്ങളും വൻതോതിലുള്ള ക്രിസ്ത്യൻ ജനവിഭാഗത്തിൻ്റെ പലായനവും പുതിയ സഭകൾ രൂപപ്പെടുന്നതിനും വളരുന്നതിനും വലിയ തടസ്സമാണ്. ചുരുക്കത്തിൽ നിയമപരമായ അംഗീകാരമില്ലായ്മയും വിശ്വാസികളുടെ കുറവും രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് ഗാസയിൽ ഒരു പെന്തക്കോസ്ത് സഭ ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെടാത്തതിന് കാരണം.